സാധാരണ മൺചട്ടിയൊക്കെ വാങ്ങുമ്പോൾ അതെങ്ങനെയാണ് മയക്കുന്നത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു. പക്ഷേ മയക്കാനുള്ള ചട്ടി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഞാനൊരു കുക്കിംഗ് പോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മണ്ണുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മയക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ട്രഡീഷണലായിട്ടുള്ള ഇങ്ങനെയുള്ള കുക്കിംഗ് പോട്ട്സൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യകരം. ഹോം ഫുഡ് ഈസ് ദി ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പം നമ്മൾ വാങ്ങുന്ന ചട്ടി, ഇതിപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കിങ്ങനത്തെ ഒരു പാൻ മതി. ഇനി വലിയ ചട്ടിയാണെങ്കിൽ വലിയ ചരുവത്തിലോ വല്ലതും മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇനി ക്രാക്കൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. ഈ വെള്ളം ഒഴിച്ച് ഇങ്ങനെ 24 മണിക്കൂർ ഇട്ടാൽ ഏറ്റവും നല്ലത്. കുറഞ്ഞ പക്ഷം 12 മണിക്കൂറെങ്കിലും ഇടണം. അപ്പോൾ ഇത് മുങ്ങി ഇങ്ങനെ കിടക്കും. അതിനുശേഷം നമുക്ക് പിന്നെ കഴുകാം. വാട്ടർ അബ്സോർവ് ചെയ്യുകയാണ് അതിനുള്ളിലേക്ക്. നാളെ ഈ സമയമാകുമ്പോൾ ഞാനിത് ബാക്കി ഭാഗം റെക്കോർഡ് ചെയ്യാം. ഈ ചട്ടി കിട്ടുന്ന ഉടനെ നേരെ അതിലേക്ക് എണ്ണ പുരട്ടി അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം കഴുകി ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് എണ്ണ പുരട്ടാൻ. മീൻകറിയൊക്കെ സാധാരണ നമ്മൾ മൺചട്ടിയിലല്ലേ വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 18 മണിക്കൂറായി. അത്രയും മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോളിഷൊക്കെ കാണാമല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് തേച്ച് കഴുകണം. അപ്പോൾ ഇനി അതാണ് അടുത്ത പ്രോസസ്സ്. ഇതുപോലെ ഒരു സ്പോഞ്ച് ഇട്ട് നമ്മളൊന്ന് ഉരച്ച് വൃത്തിയായിട്ട് കഴുകിയാൽ മതി. നമ്മൾ ഈ മൺചട്ടികൾ കഴുകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ നമുക്ക് ഉപ്പുപൊടി ഇട്ട് കഴുകാം, അതല്ല എങ്കിൽ നമുക്ക് ചാരമിട്ട് കഴുകാം. സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സുഷിരങ്ങളുണ്ടല്ലോ, ആ പോഴ്സിനകത്തെല്ലാം സോപ്പ് കയറും. ചട്ടി ചൂടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫുഡിനകത്തേക്ക് തിരിച്ചത് റിലീസ് ചെയ്യും. അതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കാനേ പാടില്ല. ചാരമോ അതല്ല എങ്കിൽ ഉപ്പ് പൊടിയോ ഇട്ട് കഴുകും. ചാരം എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഉപ്പ് പൊടിയിട്ട് നന്നായിട്ട് കഴുകുക. രണ്ട് സൈഡും പുറവും അകവും. കല്ലുപ്പ് ഇട്ട് തേക്കരുത്, ഉപ്പ് പൊടി. എന്നിട്ട് റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. ഇതിപ്പം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി ഇതിനകത്തേക്ക് ഇനി നമുക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കണം. രണ്ട് സൈഡിൽ കുറച്ച് എണ്ണ നമുക്കങ്ങ് ഒഴിച്ച് കൊടുക്കാം. അത് ശരിക്കും അങ്ങ് കുടിക്കും ശരിക്കും പറഞ്ഞ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ പുരട്ടണം. അപ്പോൾ എണ്ണ ഇനി മറ്റേ സൈഡിൽ കൊടുത്തേക്കാം. ആ എക്സസ് എണ്ണ എല്ലാം കണ്ടോ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഇത് നന്നായിട്ട് പിടിച്ച് അബ്സോർബ് ചെയ്ത് ഇതിനകത്തെല്ലാം. അഥവാ എക്സ്ട്രാ എണ്ണ ഉണ്ടോ എങ്കിൽ നമ്മളതൊന്ന് തൂത്ത് കളയണം. ഇനി ഒന്നുകൂടി ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങണം. ഇപ്പോൾ ഈ ചട്ടി കണ്ടോ, ഇതിപ്പം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതാണ്. പരിപൂർണമായിട്ട് അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ടെക്നിക്കും കൂടെയുണ്ട്. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് അരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചട്ടി ഇതിനകത്തേക്കിട്ട് അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. പക്ഷേ തീ വളരെ ചെറുതായിട്ട് വേണം ഇടാൻ. അതുപോലെ തന്നെ ചട്ടി മുങ്ങിക്കിടക്കുകയും വേണം. കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേക ടെക്സ്ചറാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ചട്ടി മുഴുവൻ അകവും പുറവും ഒരുപോലെ നമുക്ക് മയങ്ങി കിട്ടും. തിളയ്ക്കുന്ന കഞ്ഞിവെള്ളത്തിനകത്തോട്ടൊന്നും ഇടരുത്. തണുത്ത കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം ഗ്രാജുവലായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. ഓൾമോസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങിയാൽ ഇത് തീ ഓഫ് ചെയ്തിടുക. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കുന്നിടം വരെ ആ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഒന്ന് വൃത്തിക്ക് കഴുകിയാൽ മതി. സോപ്പൊന്നും ഇടണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് കഴുകിയാൽ മതി. നമ്മുടെ ചട്ടി കുക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. ഇല്ല എങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇച്ചിരി പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് ചട്ടി നല്ല മയങ്ങിക്കോളും. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം അത് തനിയെ ഒന്ന് തണുക്കാനായിട്ട് വിടുക. അതിനുശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി പരിപൂർണമായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് മയങ്ങിയതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.